മറ്റൊരു വസ്തുത. ഈ മുസ്ലിം ആയിക്കൊണ്ട് മതേതരത്വം തെളിയിക്കാൻ വേണ്ടി എല്ലാ മതവും ശരിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ള വസ്തുത. ഇസ്ലാമും ശരിയാണ്, ഹിന്ദുയിസം ശരിയാണ്, ക്രിസ്ത്യാനിറ്റും ശരിയാണ്, ജുഡൈസം ശരിയാണ്, എല്ലാം ശരിയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇസ്ലാമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയുമില്ല. എന്താണ് കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. അപ്പൊ തുടക്കത്തിൽ എന്താ പറയുന്നത്? ലാ ഇലാഹ, നോ ഗോഡ്, ഇല്ലല്ലാഹ്, എക്സെപ്റ്റ് അല്ലാഹ്. അതായത് നിങ്ങൾ ഈ ലോകത്ത് മനുഷ്യരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ, മറ്റു ദൈവങ്ങളെ എല്ലാം തെറ്റാണ്. ഡിനൈങ് ഓൾ അതർ റിലീജിയൻസ്, ഡിനൈങ് ഓൾ അതർ ഐഡൽസ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇല്ലല്ലാ, എക്സെപ്റ്റ് അല്ലാഹ്. അതാണ് ഇവിടെ 5 വക്ത് പള്ളിയിൽ കേൾക്കുന്നത്, ബാങ്ക്. അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിച്ചാൽ മതേതരനാവൂല എന്നുള്ള സംഭവങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. എനിക്ക് അങ്ങനല്ല, എല്ലാ മതവും ശരിയാണ്, ഇസ്ലാമും ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വം തെളിയിക്കേണ്ട ഗതികേട് ഇല്ല. അതായത് ശരി അതൊന്നും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതാണ് ഇസ്ലാമിലെ മതേതരത്വം. 5 നേരം പള്ളിക്കൂടെ ബാങ്ക് വിളിച്ചും കുട്ടികളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ മദ്രസകളിൽ. ഇതാണ് മതേതരത്വം. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആരിഫും ലിയാഖത്തും ജബ്ബാർ മാഷും ഒക്കെ ഈ പറയുന്നത് സത്യമാണ്. ഇസ്ലാം ഒരിക്കലും മറ്റു മതങ്ങളെ ഒന്നും അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ വെറും നാടകങ്ങളാണ്. എന്ന് ഇന്ത്യയുടെ ജനസംഖ്യ ഭൂരിപക്ഷമാവുന്നോ അന്നോടെ ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ഇതുപോലത്തെ ഇപ്പം കണ്ട വീഡിയോയിൽ കണ്ട പോലത്തെ ഉള്ളവന്മാരുടെയൊക്കെ ഉള്ളിലുള്ള ഇതെല്ലാം പുറത്തിയാടും. പിന്നെ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ RSSും BJP ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവർ പേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത്. പിന്നെ അവർ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, മാക്സിമം പെരുകി കൂട്ടുന്നുണ്ട്. ഇതുപോലെ പല പല എക്സാമ്പിൾസ് നമ്മളിപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന തന്നെ മുഹമ്മദ് സനൂഫ് ചേട്ടൻ ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിലും ആ ചേട്ടൻ്റെ ഉള്ളിൽ ചേട്ടൻ ഒരു പാകിസ്ഥാനി ജിഹാദിയാണ്. അത് ആ ചേട്ടൻ്റെ പോസ്റ്റും കമൻറ്റും ഒക്കെ കണ്ടപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളെ താങ്ങുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് എല്ലാവരും. ഇവർക്ക് ഒരിക്കലും തീവ്രവാദത്തെയോ ഇതുപോലത്തെ വർഗീയവാദികളെ എതിരെ പറയാൻ പറ്റത്തില്ല. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ തീവ്രവാദത്തിന് കൂട്ടില്ല. ഇവരുടെ കിതാബിൽ എഴുതി വെച്ചേക്കുന്നത് തന്നെയാണ് ഈ തീവ്രവാദം. ഇത് അറബിയിലും ഒക്കെ ആയതുകൊണ്ട് ആർക്കും മനസ്സിലാകത്തില്ല. ഇവർ ഈ ഉള്ളിൽ കൊണ്ടു കിടക്കുന്നത്. ഇവരെ ഇനിയേലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ നാട്ടിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിങ്ങളെ എല്ലാം ഇവർ യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. സോ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.